രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ എയർ സ്റ്റേഷൻ പരിസരത്ത് ആറിടത്ത് പൊട്ടിത്തെറിയുണ്ടായെന്ന റിപ്പോർട്ട്. ബാർമിലും പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനിൽ വാസുദേവ് ജയ്സാൽമീറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, ഈ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും പിന്നീടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനവും ആക്രമണ നീക്കവും ഡ്രോണുകൾ കാണുന്നതുമൊക്കെ കണ്ടു. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഈ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അനിൽ വാസുദേവ്? രഞ്ജിത്ത്, ഇത് പ്രാദേശിക മാധ്യമങ്ങൾ, രാജസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ നോക്കിയപ്പോൾ കണ്ട വിവരങ്ങളാണ്. അവരിൽ ഒന്നിലധികം മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നുമുണ്ട്. അതായത് ഈ ജയ്സാൽമീറിലെ എയർ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വലിയ ദൂരെയല്ലാത്ത പ്രദേശത്താണ് ആറിടത്ത് ഈ പൊട്ടിത്തെറി ശബ്ദം ഉണ്ടായത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയർ സ്ട്രൈക്ക്, അതായത് ഡ്രോണിൻ്റെ രൂപത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും തകർത്ത് വിട്ടതിൻ്റെ ശബ്ദമാകാം, ഇല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ആകാം എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ബാർമീറിൽ ഇന്നലെ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും ഒരു എക്സ്പ്ലോഷൻ കൂടി ഉണ്ടായതായി പറഞ്ഞു. ഒരു ഡ്രോണിൻ്റെ കാര്യവും എടുത്ത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് സംബന്ധിച്ചൊന്നും തന്നെ ഈ സംസ്ഥാന സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നോ ഒന്നും തന്നെ ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരമാണോ അല്ലെങ്കിൽ അവരുടെ ഹാൻഡിലുകളിൽ നിന്നൊരു വിവരണം വരുന്നില്ല. എന്നിരുന്നാൽ പോലും ഇന്നലെയും ജയ്സാൽമീറിലൊക്കെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഈ അനിഷ്ടകരമായ അല്ലെങ്കിൽ അത്തരം ആശങ്ക ഉളവാക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ചില പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ സർക്കിളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോഴും അവരും പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരും പറയുന്നത്. എന്തായാലും ഇതിനകത്ത് ഇനി സ്ഥിരീകരണം കൂടുതൽ വരേണ്ടിയിരിക്കുന്നു. ഈ ലോക്കൽ റിപ്പോർട്ട്സ് ഇല്ലെങ്കിൽ ലോക്കൽ മീഡിയ റിപ്പോർട്ട്സിനെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ അത് ശരിവെക്കുന്നതാണ് അല്ലെങ്കിൽ എന്താണ് തരത്തിലുള്ള വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇന്നലൊക്കെ തന്നെ രാത്രി ഈ ബാർമറിൽ ശബ്ദമുണ്ടായതായി, പൊട്ടിത്തെറി ശബ്ദമുണ്ടായതായി ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ അത് ആ തരത്തിൽ വാർത്തകൾ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്പ്ലോഷൻ്റെ വാർത്തകളൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോഴും ഒരു ലോക്ക്ഡൗണിന് സമാനമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഏതാനും ചില വാഹനങ്ങൾ, ഒറ്റപ്പെട്ട ചില വാഹനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, അതായത് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഈ ജയ്സാൽമീറിലെ ഒരു പ്രശസ്തമായ കോട്ടയ്ക്ക് പരിസരത്ത് ധാരാളം പ്രാവുകളും അല്ലെങ്കിൽ പശുക്കളും ഒക്കെ വരുന്ന ഒരു അവർക്ക് തീറ്റ കൊടുക്കാൻ വരുന്ന ചില ആളുകൾ, അതൊഴിച്ച് തന്നെ വേറെ ആരെയും തന്നെ നിരത്തിൽ കാണുന്നില്ല. അത് ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കും അല്ലെങ്കിൽ പതിവ് കാഴ്ചകളിലായിട്ടുള്ളൊരിതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ലെങ്കിൽ വേറെ എല്ലാ വീടുകളിലും ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങരുതെന്നും ഈ ബ്ലാക്ക് ഔട്ട് അല്ലെങ്കിൽ മറ്റ് റെസ്ട്രിക്ഷൻസ് തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ജയ്സാൽമീറിലെ എയർ സ്റ്റേഷൻ പരിസരത്ത് ആറിടത്ത് പൊട്ടിത്തെറി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ ബാർമറിയിലും പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനിൽ വാസുദേവ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.